അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചേട്ടൻ ഇത് നല്ല ഗൗരവം പിടിച്ച് പോകുന്നുണ്ട്. എന്താണെന്നല്ലേ കാരണം? രാവിലെ എണീക്കാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ. അതിൻ്റെ പേരിലാണ് ഈ ഗൗരവം പിടിച്ച് പോകുന്നത്. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത്, നമ്മളന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ വഴിതെറ്റി വന്നൊരു സ്ഥലം, മസാഫി വഴി കറങ്ങിയൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ഇന്ന് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കഴിഞ്ഞ വട്ടമേ പ്ലാൻ ചെയ്തതായിരുന്നു. വഴിതെറ്റി വന്നപ്പോൾ നല്ലൊരു പ്ലേസ് ഞങ്ങൾ കണ്ടായിരുന്നു. എന്നാൽ പിന്നെ അടുത്ത ട്രിപ്പ് ഇനി അങ്ങോട്ട് തന്നെ ആകാമെന്ന്. എന്തായാലും ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുന്നത് മസാഫിയിലേക്കാണ് കേട്ടോ. മസാഫിയിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസുകളുണ്ട്. എങ്കിലും ഞങ്ങൾ അവിടെ ഒരു സ്ഥലം എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഷീസ് പാർക്ക് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലോങ് വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ദേ കണ്ടില്ലേ, നമ്മളൊരു തുരങ്കം വഴിയൊക്കെയാണ് നേരെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. രണ്ട് സൈഡിലും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡിലും ഉള്ളത്. അതുപോലെ തന്നെ വളവുകളും തിരിവുകളും ഒക്കെ കഴിഞ്ഞ് താണ്ടി എന്തായാലും നമ്മൾ ഷീസ് പാർക്കിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചതേ ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇത്രയും. പിന്നെ ഞങ്ങൾ പോയൊരു സമയം എന്ന് പറയുന്നത് ഒരു ഉച്ച കഴിഞ്ഞൊരു 2:30 ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ്. പിന്നെ കാലാവസ്ഥയുടെ കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം നല്ല ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു. ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നേരെ പോയി പാർക്കിംഗ് ആണ് കേട്ടോ ആദ്യം ഇട്ടത്. കാരണം പാർക്കിംഗ് ഫീസ് അടച്ച ശേഷം നമ്മൾ പോവുകയാണെങ്കിൽ ഞങ്ങളൊരു 2 മണിക്കൂറിനുള്ള പാർക്കിംഗ് ആണ് കേട്ടോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ നമ്മൾ സ്ഥലത്തേക്ക് നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നല്ല മണം വരുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ആലോചിച്ചു എവിടെ നിന്നാണ് ഈ നല്ല മണം വരുന്നത്. ചെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതിനകത്ത് നിറയെ ആൾക്കാർ ഗ്രില്ലടിക്കുമായിരുന്നു കേട്ടോ. അതിനുള്ള പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഈ വിധ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മൾ നടന്ന് എത്തിയപ്പോഴത്തേക്കും ഏതോ വലിയ ഒരു സ്ഥലത്തൊരു മറ്റൊരു എമിറേറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. എന്തായാലും ഞങ്ങൾ നേരെ കവാടത്തിനടുത്തേക്ക് ചെന്നിട്ട് ഇവിടുത്തെ ഫീസോ കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് തിരക്കിയപ്പം കിടക്കുന്ന ഒരാൾക്ക് 5 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയേ 5 ദിർഹംസേ ഉള്ളൂ, എന്നാൽ പിന്നെ കയറിയിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഏതായാലും 5 ദിർഹംസിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു. കണ്ടില്ലേ ചേട്ടൻ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കണ്ടോ. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അകത്തോട്ട് കയറിയപ്പോൾ കണ്ട നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ പിന്നെ എന്തോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം വലതുവശത്തോട്ട് നേരെയാണ് നടന്നത്. അതായത് ആ ഗ്രില്ലടിക്കുന്ന ഭാഗത്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. കാരണം അവിടെ എന്തൊക്കെയാണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രില്ലടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ട്. നമ്മൾ സാധനമൊക്കെ ആയിട്ട് നേരെ പോയാൽ മതി. അടുപ്പൊക്കെ മറ്റേ കത്തിക്കുന്ന സംഭവങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷീസ് പാർക്കിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ സൈഡിലായിട്ട് കുറേ അധികം തുളസി ചെടികളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊന്നും പറിച്ചുകൊണ്ട് വരണ്ടെന്ന് വിചാരിച്ചു. കാരണം ഫുള്ള് ക്യാമറ അല്ലായിരുന്നു, ഞാനൊരു കൈ നോക്കിയേനെ. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേ ചേട്ടൻ നാട്ടിലുള്ള ഏതൊക്കെയോ ചെടികളാണെന്ന് പറഞ്ഞിട്ട് മണപ്പിച്ചിട്ട് അതിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ. ഈ ജോലിയുടെ സ്ട്രെസ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു റിലീഫിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരിക എന്ന് പറയും. നമ്മളെല്ലാം നമ്മുടെ വിഷമങ്ങളും ഒക്കെ മറക്കും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അവിടെ അത്യാവശ്യം നല്ല പ്ലേസും നല്ല അടിപൊളി ഒരു പാർക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവരെ അവിടെ സ്പെൻഡ് ചെയ്യിക്കാനും നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ നമുക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ഇത് കണ്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ. ശരിക്കും നമ്മുടെ കേരളത്തിൽ ചെന്നൊരു ഫീല് വന്നില്ലേ ഗൈസ്. നമ്മൾ ഇടുക്കിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ കാണാറില്ല, അതുപോലെ തന്നെ തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സൈഡിലേക്കും പോകാൻ പറ്റും കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മേലെ മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കും. കണ്ടില്ലേ ഇവിടെയൊക്കെ ഇരുന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കൂട്ടത്തിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻസ്റ്റയിൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു 3 കല്ലിൽ അതിൻ്റെ മേലെ വെള്ളമൊക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്തതാണ്. സെറ്റ് ചെയ്തവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ കൊടുക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ
അവരിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദേ കണ്ടില്ലേ, ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്. നിങ്ങൾ തന്നെ കാണുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും അധികം കളിക്കാനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേലെ മലയുടെ മുകളിൽ കയറുക എന്നുള്ളതാണ് കേട്ടോ. ദേ കണ്ടില്ലേ, ഞങ്ങൾ പതുക്കെ നടന്ന് കയറി പകുതി സ്ഥലം എത്തിയപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ചെടികളും പൂക്കളും അതുപോലെ മരങ്ങളുമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതേ ഞങ്ങൾ പതുക്കെ നടന്ന് കയറിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ സെറ്റ് ചെയ്തിരിക്കുന്നതിനാണ്. ഞാനിപ്പോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് പോയി കഴിയുമ്പോഴാണ് ആ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ ഇതേ പതുക്കെ മേലോട്ട് കയറുന്നുണ്ട്. മേലോട്ട് കയറുമ്പോഴത്തേക്കും കുറച്ച് സമയം ഇപ്പം നമുക്ക് റെസ്റ്റ് എടുക്കണമെന്നാണെങ്കിൽ അവിടെ കുറച്ച് സ്റ്റെപ്പ് കഴിയുമ്പോൾ അവിടെ ആണെങ്കിൽ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ല, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫുള്ള് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ വേസ്റ്റും കാര്യങ്ങളും അവിടെ എവിടെയൊക്കെ ആൾക്കാർ വലിച്ചെറിയും. പക്ഷേ ഇവിടുത്തെ വൃത്തി, ഒരു ചപ്പും ചവറും അവിടെ ഇവിടെ ഒരു സാധനവും എങ്ങുമില്ല. ആൾക്കാർ അവർ യൂസ് ചെയ്ത സാധനങ്ങൾ അതത് സ്ഥലത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നുകളിലും കാര്യങ്ങളിലും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതും ഇവിടെ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് കയറിയ ശേഷം ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ച് എന്തായാലും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ദേ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും കുറേ ആൾക്കാരിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്. പിന്നെ വെയിലില്ലാത്തത് കൊണ്ട് ഭാഗ്യം. വെയിലുള്ള സമയത്താണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാൻ കൂടി പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് മേലോട്ട് വരുമ്പോഴത്തേക്ക് ഒരാൾക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പായിരുന്നു കണ്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു മലയുടെ മേളിലാണ് കേട്ടോ നിൽക്കുന്നത്. അവിടോട്ട് പോവുകയാണെങ്കിലും ദേ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ആ കാണുന്ന താഴെയായിട്ടാണ് നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. മുമ്പേ കാണിച്ച പാർക്കും കാര്യങ്ങളൊക്കെയാണ് അത് കാണുന്നത്. പിന്നെ ദേ ഇവിടെ മേളിലേക്ക് വന്നു കഴിയുമ്പോൾ ദേ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ പണിയും കാര്യങ്ങളും വീണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും UAE മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നും ഓരോരോ പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും ദേ കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ ഒരു ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. വൈകിട്ട് സൺസെറ്റൊക്കെ കാണാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. എന്തായാലും കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി ഇതേ കണ്ടില്ല, മുമ്പേ കാണിച്ച പാർക്കിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ല, ഇവിടെയൊക്കെ നിറയെ കുട്ടികളും അതുപോലെ തന്നെ അമ്മമാരും കുറേ ആൾക്കാരുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ടും എടുക്കാൻ പറ്റും. എന്തായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ വീണ്ടും വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ശരിക്കും ഒരു 1.5 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 1.5 മണിക്കൂർ ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതേ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഷീസ് പാർക്കിനോട് യാത്ര പറഞ്ഞ് നേരെ അവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. ഇനി വൈകിട്ട് നമുക്ക് വേറെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് കേരളോത്സവം ഉണ്ടായിരുന്നു. അപ്പം അതിനും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. ദേ കണ്ടില്ലേ, അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇതാണ് കേട്ടോ. തിരിച്ച് നമ്മൾ പോകുന്ന വഴിയും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഗൈസ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ദുബായിലോട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നേരെ അവധി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർഫക്കാൻ ഫുജേറയ്ക്ക് വരും. ഫുജേറയിലുള്ളവരാണെങ്കിൽ നേരെ ദുബായിക്ക് വിടും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. ഇതേ കണ്ടില്ലേ, ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുജേറ എത്തിയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ കറക്റ്റ് സമയത്ത് പോയി കറക്റ്റ് സമയത്ത് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ കുറച്ച് താമസിച്ച് പോവുകയാണെങ്കിൽ പാർക്കിംഗ് കിട്ടാനും അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് വരാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് പോയതുകൊണ്ട് ഇതൊന്നും നമുക്കുണ്ടായില്ല. ദേ കണ്ടില്ലേ, നമ്മുടെ മരുഭൂമിയിൽ നല്ല പച്ച മലനിരകൾ കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? ഇത് നമ്മുടെ വേറെ എങ്ങുമല്ല, നമ്മുടെ കോർഫക്കാനിലാണ് ഗൈസ് ഇതുള്ളത്. അപ്പോൾ ദേ കണ്ടില്ലേ, നല്ല പൂക്കളും ഒക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു മാസമാണ്. ഈ UAEയിലുള്ളവർക്കും അതുപോലെ തന്നെ ഈ ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ ഡിസംബർ ആകാൻ വേണ്ടി കാത്തിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകാനും വരാനും ഒക്കെ പറ്റിയ ഒരു സമയം ഈ ഒരു ഡിസംബർ ജനുവരി ആ ഒരു സമയമാണ് ഗൈസ്. ദേ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, എന്ത് മനോഹരമായ കാഴ്ചകളാണല്ലേ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.